ഹലോ ഷാലോ, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുത്തൻ താളുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പതിവ് പോലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ പ്രൊഫസർ ഹിഡെസാബുറോ ഉയേനോ 1925 മെയ് മാസത്തിലെ ആ വൈകുന്നേരം തിരികെ വരുന്നില്ല. ക്ലാസ്സിനിടയിൽ ഹൃദയാഘാതമുണ്ടായി തൻ്റെ യജമാനൻ മരിച്ചു എന്നറിയാതെ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ ഹാച്ചിക്കോ യജമാനനെ സ്ഥിരമായി യാത്രയാക്കുകയും തിരികെ കൂട്ടുകയും ചെയ്തിരുന്ന ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് 1-2 ദിവസമല്ല, നീണ്ട 10 വർഷമാണ്. 1935 മാർച്ച് 8 ഹാച്ചിക്കോ മരിക്കുന്നത് ഇതേ ഷിബുയ സ്റ്റേഷന്റെ അരികിൽ തന്നെ. വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഷിബുയ സ്റ്റേഷന് പുറത്ത് ഹാച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചു ആ ജനത. 2ാം ലോക മഹായുദ്ധത്തിൽ നശിച്ചു പോയിട്ടും 4 വർഷത്തിനുള്ളിൽ വീണ്ടും പുതിയ സ്റ്റാച്ചു അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നത് വിശ്വസ്തനായൊരു നായയുടെ സ്നേഹത്തെ ആ നാട്ടിലെ ജനത എത്ര വിലമതിച്ചു എന്നതിൻ്റെ സൂചനയാണ്. തിരക്കേറിയ പൊതുയുഗം പോലും വളർത്തുമൃഗങ്ങളിൽ, പക്ഷികളിൽ അല്ലെങ്കിൽ ചെടികളിൽ ഇത്രയധികം ആശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് ആശ്വാസവും സന്തോഷവും പകർന്ന വളർത്തുമൃഗങ്ങളോ പ്രിയപ്പെട്ട ചെടികളോ വളർത്തു പക്ഷികളോ ഒക്കെ അവരുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞിട്ടുണ്ടോ? സ്വസ്ഥമാകാനും ശാന്തമാകാനും നമ്മുടേത് മാത്രമായ ഒരു ലോകം സൃഷ്ടിച്ചൊന്ന് ഫ്രീ ആകുവാനും ഒക്കെ കാരണമായ ആ പെറ്റിനായിട്ട് മാറ്റിവെക്കാം ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇന്നത്തെ താളുകൾ. അത് വായിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് എന്തെഴുതണം എന്ന് ഞാൻ പറയുന്നില്ല. ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകളിൽ നിറയ്ക്കാം. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയാക്കാം. ഒരു ഗപ്പി മീനെയെങ്കിലും വളർത്തി പെറ്റ് ലവർ ആയിരിക്കുന്ന ആ പ്രിയ സുഹൃത്തിന് ഇന്ന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. നന്മ വളരട്ടെ. Remember, life changes when gratitude begins.